ഹലോ ഗൈസ്, സീക്രട്ട് ടെക്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് ഒരുപാട് കാലത്തെ ചർച്ചയാണ് മുഹമ്മദ് നബിയുടെ വിവാഹം. മുഹമ്മദ് നബി ആയിഷയെ വിവാഹം കഴിക്കുന്നത് ആയിഷയ്ക്ക് 6 വയസ്സുള്ളപ്പോഴാണ്. ഇന്ന് യുക്തിവാദികളുടെ ഇടയിൽ തന്നെ അനേകം പേര് ഇതിനെ വിമർശിച്ച് വീഡിയോ ഇറക്കാറുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ ആരിഫ് ഹുസൈൻ. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: ഈ മുഹമ്മദ് നബി ആയിഷയെ വിവാഹം കഴിക്കാനായിട്ട് ചോദിക്കാൻ പോകുന്ന സമയത്ത് ആയിഷയുടെ പിതാവ് പറയുന്നുണ്ട് അവൾ കുട്ടിയല്ലേ എന്നും. അപ്പോൾ ആയിഷ കുട്ടിയായിരുന്നു എന്നും ആ കൊച്ചുകുട്ടിയെ വിവാഹം കഴിച്ച് മുഹമ്മദ് നബി ഒരു മാതൃകാ പുരുഷനാണോ എന്നതുമാണ് അദ്ദേഹത്തിന്റെ ചോദ്യം. നമുക്ക് ആദ്യം ആ വീഡിയോ നമുക്ക് കണ്ടു നോക്കാം. ഈ 6 വയസ്സ് പ്രായമുള്ള ആയിഷയെ കല്യാണം കഴിക്കണം എന്ന ആഗ്രഹം ഈ പറയുന്ന മുഹമ്മദ് നബി പ്രകടിപ്പിക്കുമ്പോൾ ആയിഷയുടെ ബാപ്പ ഒരു ചോദ്യം തിരിച്ചു ചോദിക്കുന്നുണ്ട്. എന്താണ് ആ ചോദ്യം? അബൂബക്കർ ചോദിച്ച ചോദ്യം എന്താ? അവള് കുട്ടിയല്ലേ എന്നാ ചോദിച്ചത്. അപ്പൊ നിങ്ങൾ ഈ വീഡിയോ കേട്ടല്ലോ. അപ്പൊ ആരിഫ് ഹുസൈൻ പറയുന്ന ഈ കാര്യത്തിന് മറുപടി ഒരു ഇസ്ലാം വിശ്വാസി തന്നെ പറയുന്നുണ്ട്. സത്യം പറഞ്ഞാൽ അത് കേട്ടപ്പോഴത്തേക്ക് ഒരു കാര്യം എനിക്ക് മനസ്സിലായെന്ന് പറഞ്ഞാൽ യുക്തിവാദികളുടെ കാര്യവും ഈ ആരിഫ് ഹുസൈൻ്റെ കാര്യം അതാണ് തീരുമാനമായിട്ടുണ്ട്. ആദ്യം ആ യുവാവ് കൊടുക്കുന്ന മറുപടി നമുക്കൊന്ന് കേട്ട് നോക്കാം. പ്രൂഫ് വെച്ചുകൊണ്ട് ഇതണ്ട് ക്ലിയർ ആക്കാം. ഓക്കെ അല്ലേ? ആദ്യമായി പറയാനുള്ളത്, നബിയുടെ ആഗ്രഹപ്രകാരമായിരുന്നില്ല ആയിഷയുമായുള്ള വിവാഹം എന്നല്ല, എല്ലാ കാര്യങ്ങളും അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരമാണ് നബി ചെയ്തിട്ടുള്ളത്. കാരണം മുഹമ്മദ് നബി ഈ 6 വയസ്സുകാരിയായ ആയിഷയെ വിവാഹം ചെയ്തത് മുഹമ്മദ് നബിയുടെ ഇഷ്ടപ്രകാരം അല്ലായിരുന്നു. പിന്നെ അള്ളാഹു പറഞ്ഞിട്ടാണ് ഈ മുഹമ്മദ് നബി ഈ കാര്യങ്ങളൊക്കെ ചെയ്തത്. ഈ ആയിഷയെ മുഹമ്മദ് നബി വിവാഹം കഴിക്കുന്നതിന് മുമ്പ് തന്നെ ജിബ്രീൽ എന്ന് പറയുന്ന മാലാഖ മുഹമ്മദ് നബിക്ക് സ്വപ്നത്തിൽ ഈ പട്ടുതുണിയിൽ പൊതിഞ്ഞ ആയിഷയെ കാണിച്ചു കൊടുക്കുകയാണ്. നിങ്ങളൊന്ന് ആലോചിച്ചൊക്കെ, വെറുതെ കിടക്കുന്നൊരു മനുഷ്യൻ, അദ്ദേഹത്തിനെ പറ്റി ചിന്തിക്കുന്നേ ഇല്ല. ഒരു പെണ്ണിനെ പറ്റി മനസ്സിൽ പോലും ചിന്തിക്കാത്തൊരു വ്യക്തിക്ക് രാത്രി സ്വപ്നത്തിൽ കാണിച്ചു കൊടുക്കണം, അതും 6 വയസ്സുകാരിയെ. അതുവരെ മുഹമ്മദ് നബിക്ക് അങ്ങനെ ഒരു ആഗ്രഹമേ ഇല്ലായിരുന്നു. പക്ഷെ ഇത് കണ്ട സമയത്താണ് മുഹമ്മദ് നബിക്ക് ഒരാഗ്രഹം തോന്നിയത്. മാത്രമല്ല, ഇസ്ലാമിക വീക്ഷണത്തിൽ വിവാഹത്തിന്റെ പ്രായപരിധി എന്നത് പ്രായപൂർത്തിയാവലാണ്. അത് ചുമ്മാ അങ്ങോട്ട് പറയുന്നതല്ല, ശാസ്ത്രം വരെ അംഗീകരിച്ചതാണ്. പ്രായപൂർത്തിയാവുന്നതോടുകൂടി ശാരീരികവും മാനസികമായിട്ടുള്ള വളർച്ച ഉണ്ടാവുമെന്നത്. ഇസ്ലാമിൽ ഒരു കുട്ടിയെ വിവാഹം കഴിക്കുന്നത് വയസ്സ് നോക്കിയിട്ടല്ല. പിന്നെ എങ്ങനെയാണ്? ആ കുട്ടി പ്രായമായി ആ കുട്ടി ശാരീരിക വളർച്ച എത്തിയോ എന്ന് നോക്കിയിട്ടാണ് ആ കുട്ടിയുടെ വിവാഹം തീരുമാനിക്കുന്നത്. ഞാൻ മുമ്പ് ഇതുപോലെ ആരിഫ് ഹുസൈൻ്റെ ഒരു കോയാക്കോളം ഞാൻ കണ്ടിരുന്നു. അതിലിതുപോലെ ഒരു ഇസ്ലാം മതവിശ്വാസി വരുമ്പോഴത്തേക്ക് ഈ ആരിഫ് ഹുസൈൻ ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ മകൾക്ക് ഇപ്പം എത്ര വയസ്സായെന്ന്. അപ്പോൾ അയാൾ പറഞ്ഞിട്ട് 9 വയസ്സായി. അപ്പോൾ ആരിഫ് ഹുസൈൻ ചോദിക്കുന്നുണ്ട്, കല്യാണമൊക്കെ കഴിപ്പിച്ചു? പറഞ്ഞില്ല. ചോദിച്ചത് അതെന്താണോ കല്യാണം കഴിപ്പിക്കാത്തത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അതിനുള്ള വളർച്ചയായിട്ടില്ല. അത് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? അത് ഞാൻ അവളെ സ്ഥിരം കാണുന്നതില്ലേ, എനിക്കറിയത്തില്ലേ? ഇതാണ് അതിൻ്റെ പോയിന്റ്. നമ്മൾ ഈ കഷ്ടപ്പെട്ട് നമ്മൾ ഈ മാസങ്ങളും വർഷങ്ങളും കാത്തിരുന്ന് നമ്മൾ പെൺകുട്ടി അയക്കും പോലെയല്ല. നിങ്ങൾ നോക്കുകയാണെങ്കിൽ 6-ാം നൂറ്റാണ്ടിൽ ഒരച്ഛൻ ആ ഒരു കുട്ടിയുടെ ജനനം മുതൽ ആ കുട്ടിയുടെ ഓരോ അവയവങ്ങളും ഓരോ വളർച്ചയും കണ്ട് ഈ അച്ഛൻ അത് മനസ്സിലാക്കുകയാണ്. ആ കുട്ടിയോടുള്ള അച്ഛൻ്റെ ആ കരുതൽ, ആ ഒരു വാത്സല്യം, അങ്ങനെ ആ കുട്ടിയുടെ ആ ശരീരം ഒരു വിവാഹത്തിന് പ്രായമായി ഈ അച്ഛന് മനസ്സിലാവും. അതെങ്ങനെയാണ് മനസ്സിലാവുന്നത്? ഈ അച്ഛൻ സ്ഥിരത കാണുകയാണ്. അങ്ങനെ ശാസ്ത്രീയമായ രീതിയിൽ ഇദ്ദേഹം മനസ്സിലാക്കിയിട്ട് ഈ കുട്ടിക്ക് വിവാഹം ആലോചിക്കുകയാണ്. അതിനെയാണ് ഈ ആരിഫ് ഹുസൈനെ പോലെയുള്ള ആൾക്കാർ കുറ്റം പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. ഇനി ഇദ്ദേഹം ആരിഫ് ഹുസൈൻ്റെ വാദങ്ങളെ പൊളിച്ചെടുക്കുന്ന അടുത്ത ഭാഗം കേൾക്കുമ്പോഴാണ് നിങ്ങൾ ശരിക്കും ഞെട്ടാൻ പോകുന്നത്. അതൊന്നും വേണ്ട, നമുക്ക് ജെമിനി മോളോട് തന്നെ ചോദിച്ചു. ജെമിനി, പ്രായപൂർത്തിയായാൽ ശാരീരികവും മാനസികവുമായ വളർച്ചയുണ്ടാകുമോ? തീർച്ചയായും. പ്രായപൂർത്തിയാകുമ്പോൾ സ്ത്രീകളിൽ ശാരീരികവും മാനസികവുമായ നിരവധി മാറ്റങ്ങൾ ഉണ്ടാകുന്നു. ഇത് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടുള്ളതുമാണ്. ഹോർമോൺ വ്യതിയാനങ്ങൾ കാരണം ശാരീരിക വളർച്ച, പ്രത്യുൽപാദന ശേഷി തുടങ്ങിയവയിൽ മാറ്റങ്ങൾ വരുന്നു. ഇതുകൊണ്ടാണ് ഇസ്ലാം പ്രായപൂർത്തിയാവുന്നതാണ് വിവാഹത്തിനുള്ള മാനദണ്ഡമായി കണക്കാക്കപ്പെടുന്നത്. ഇപ്പൊ ജെമിനിയോട് ചോദിക്കും, ജെമിനി പറഞ്ഞു നിങ്ങൾ കേട്ടല്ലോ. പക്ഷെ നിങ്ങൾ ജെമിനിയോട് ചോദിക്കും ഇതുപോലെ തന്നെ നിങ്ങൾ ചോദിക്കണം. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ കേട്ടപ്പോഴത്തേക്ക് നിങ്ങൾ യുക്തിവാദികൾ ചിലർ ചിന്തിക്കും ഇതിലെന്തോ ഒരു വശപിശകില്ലേ എന്ന്. അങ്ങനെ ഒന്നുമില്ല. നിങ്ങൾ ചിലപ്പോൾ ചിന്തിക്കും ഈ ചോദ്യം ഇങ്ങനെ അല്ലായിരുന്നു ചോദിക്കേണ്ടത്, ഇതിങ്ങനെയാണോ ഈ ചോദ്യം ചോദിക്കേണ്ടത്? അല്ല എന്ന് നിങ്ങൾ പറയും. അത് നിങ്ങൾ യുക്തിവാദി ആയതുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെ ഒരു ചോദ്യം. നിങ്ങൾ 6-ാം നൂറ്റാണ്ടിലെ മനുഷ്യരെ പോലെ നിങ്ങൾ ചിന്തിച്ചു നോക്കിയാണ്. നിങ്ങൾ 2026 ഇരുന്നുകൊണ്ട് നിങ്ങൾ ഒരിക്കലും 6-ാം നൂറ്റാണ്ടിലെ മനുഷ്യരുടെ താരതമ്യം ചെയ്യരുത്. അവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെക്കാൾ പുരോഗമനം അന്നുണ്ടായിരുന്ന ആൾക്കാരാണ്. അപ്പം ശരിക്കും നമ്മളിന്ന് ചോദിക്കേണ്ടത് ഈ ജെമിനിയോട് നമ്മൾ ചോദിക്കും, ഈ പ്രായപൂർത്തിയായ ഈ പെൺകുട്ടി
ആ പെൺകുട്ടി ഒരു വിവാഹം കഴിച്ച് ഒരു കുടുംബജീവിതം നയിക്കാൻ വേണ്ടുന്നത്ര പക്വത, മാനസികമായ പക്വത ഈ കുട്ടിക്ക് ഉണ്ടാകുമോ എന്ന് നമുക്ക് ചോദിക്കാം. പക്ഷെ ഇവിടെ അങ്ങനെ ചോദിക്കാൻ പറ്റത്തില്ല. കാരണം ഇത് സയൻസ് വേറെയാണ്. അപ്പം 6-ാം നൂറ്റാണ്ടിലെ സയൻസ് എന്ന് പറയുന്നത് ഇന്നത്തെ സയൻസിനേക്കാളും എത്രയോ മെച്ചപ്പെട്ട സയൻസാണ്. അപ്പോൾ അത് നമ്മൾ ഇതുമായിട്ട് കമ്പയർ ചെയ്യാൻ പാടില്ല. വളരെ വ്യക്തമായി ജമിനി ഇവിടെ സമ്മതിച്ചു കഴിഞ്ഞു. കാരണം ആ ചോദ്യം അങ്ങനെയാണ് ചോദിക്കേണ്ടത്. ഇത് മാത്രമല്ല, അള്ളാഹു പറഞ്ഞിട്ട് പല ത്യാഗങ്ങളും ഈ നബി ചെയ്തിട്ടുണ്ട്. കാരണം തൻ്റെ വളർത്തുപുത്രനായ സെയ്ദിൻ്റെ ഭാര്യയെ കണ്ട് നബിക്ക് ഇഷ്ടമായി. സെയ്ദ് എന്ത് ചെയ്തു? ഒഴിഞ്ഞു കൊടുത്തു. സെയ്ദ് അത് സമ്മതിച്ചു. പക്ഷെ നബിക്ക് അത് ആദ്യം എന്തായിരുന്നു? മടിയായിരുന്നു, സമ്മതമില്ലായിരുന്നു. പക്ഷെ അള്ളാഹു നിർബന്ധിച്ച സമയത്ത് നബിക്കത് ചെയ്യാതിരിക്കാൻ പറ്റിയില്ല. അതാണ് കാര്യം. അള്ളാഹു പറഞ്ഞു കഴിഞ്ഞാൽ നബിക്ക് പിന്നെ ഒരു വാക്ക് മറുത്ത് പറയാൻ പറ്റത്തില്ല. നബി എന്തും ചെയ്യും. അമ്മയുടെ പ്രായമുള്ള സ്ത്രീകളെ പോലും നബിക്ക് കല്യാണം കഴിക്കേണ്ടി വന്നു. ആ അവസ്ഥ നിങ്ങൾ ആലോചിച്ച് നോക്കി. ഒരു ഇഷ്ടവും ഇല്ലായിരുന്ന, ഒരു താല്പര്യവും ഇല്ലാതിരുന്ന മനുഷ്യന് ഇതൊക്കെ ചെയ്യേണ്ടി വന്നു. ആ അവസ്ഥയൊന്നും നിങ്ങളുടെ ജീവിതത്തിൽ ആർക്കും ഒരിക്കലും സംഭവിക്കാതിരിക്കട്ടെ. കാരണം അത്രത്തോളം അയാൾ കഷ്ടപ്പാട് സഹിച്ചൊരു വ്യക്തിയാണ്. അപ്പം അയാളെക്കുറിച്ച് ഒരിക്കലും ഈ യുക്തിവാദികളും ആരിഫ് ഹുസൈനും ഒരിക്കലും അയാളെപ്പറ്റി നിങ്ങൾ ഒരു കുറ്റം പോലും പറയാൻ പാടില്ല.